ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചോനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു നെയിമോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ്. നമ്മൾ ഓന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ്. ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറം ലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യാ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ നമ്മളോട് പറയുന്നത്. നമ്മളെ നിഷാന്റെ ഫാദറിനെ ഞാൻ സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ മൂപ്പര് ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ട് ചങ്കാളെ. ഇനി നിഷാനെ അനക്കെന്താ ഇനി പറയാനുള്ളത്? എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ എന്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണുള്ളത്. അപ്പോൾ വാപ്പാക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പിന്നെ അത് കൂടാതെ എന്താ പറയാ ഞാനിപ്പോൾ ആ ഒരു കരഞ്ഞ് വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറെ പേര് എന്നെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എന്റെ സ്വന്തം പെങ്ങളടക്കം എന്റെ ഉമ്മ അടക്കം വണ്ടിയിൽ നിന്ന് കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് ഇമോഷൻ ആവും, എനിക്ക് ഫീലിങ്സ് വരും. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടടക്കുന്ന ഒരാൾക്കറിയാം ആ ഒരു വണ്ടിമോ ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം 4 വർഷമായിട്ട് ഞാൻ കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ഇത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനിയാണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ? അങ്ങനെ വിമർശിക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ട്. ഇനി അങ്ങോട്ടും വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇനിയൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കൂല. ആളുകൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ പുറത്തു വിടുന്നതാണ്. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അവർ നീക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേക്ക് കാണരുത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയല്ല. ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ദയനീയ അവസ്ഥ എന്റെ വീട്ടിൽ. കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ്. പിന്നെ അവന്റെ മദർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വിഷം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാരണത്തിന്റെ പേരിൽ എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എന്റെ ഉപ്പ പറഞ്ഞതിന്റെ പേരിലുമാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിനെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാതെ നിൽക്കുന്നത്. എന്താണ്